ട്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് 1ൻ്റെ EVSുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഡേയ്സ് റിലേറ്റഡ് ടു സയൻസ്. ഇതാണ് ടോപ്പിക്ക്. അതായത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഡേറ്റ് ചോദിച്ചത് കാണാം. അത് സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഏതൊക്കെ ഡേറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ഡേയ്സ് റിലേറ്റഡ് ടു സയൻസ്. കുഷ്ഠരോഗ ദിനമല്ല, കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമാണ് കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ അത് ഓർത്തിരിക്കാൻ ജസ്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയല്ലേ. അപ്പം ജനുവരി 30 കുഷ്ഠരോഗ ദിനം, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ മിക്കവാറും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതായതുകൊണ്ട് നിങ്ങളോടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അപ്പോൾ ജനുവരിയിൽ നമുക്ക് സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുഷ്ഠരോഗ ദിനമാണ്. അത് ജനുവരി 30 ഇനി ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി തന്നെ 4 ലോക ക്യാൻസർ ദിനം. ഇനി ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. അപ്പോൾ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം, അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇനി മാർച്ച് 3 ലോക വന്യജീവി ദിനം. അപ്പോൾ മാർച്ച് 3 എന്താണ്? ലോക വന്യജീവി ദിനം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. നമ്മൾ വന്യജീവി വാരമൊക്കെ ചോദിച്ച സ്ഥിതിക്ക് വന്യജീവി ദിനം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ മാർച്ച് 3 എന്താണ്? ലോക വന്യജീവി ദിനം. ഇനി മാർച്ച് 21 വനദിനം. മാർച്ച് 21 വനദിനം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഓർത്തിരിക്കണം. മാർച്ചിലത്തെ ഈ 4 ഡേറ്റുകൾ മിക്കവാറും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങളോട് എക്സാമിന് ചോദിക്കാം. അപ്പോൾ മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, പിന്നെ മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. അപ്പോൾ മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. അപ്പോൾ 21, 22, 23, 24 ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് മാർച്ചിൽ വരുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? വനമുണ്ട്, ജലമുണ്ട്, കാലാവസ്ഥയുണ്ട്, ക്ഷയമുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊരു കോഡാക്കി സെറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. വനജ, കാല് ക്ഷയരോഗം അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ ദിനം കേട്ടോ. അപ്പോൾ കോഡ് സെറ്റ് നിങ്ങൾ തന്നെ കോഡ് സെറ്റ് ചെയ്താൽ മതി, ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വനജ, കാലിന് ക്ഷയം അങ്ങനെ പഠിച്ചാൽ മതി. ഇതെൻ്റെ കോഡല്ല, എന്നെ പഠിച്ച സാറിൻ്റെ കോഡാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വനദിനം. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിക്കവാറും ഇത് ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡേറ്റ്സ് എല്ലാം തന്നെ. അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് വളരെ കുറവേ ഉള്ളൂ. ഇപ്പോൾ ജനുവരി 30 കുഷ്ഠരോഗ ദിനം, ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം, ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം, മാർച്ച് 3 ലോക വന്യജീവി ദിനം, മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. എന്തായാലും പഠിച്ചിരിക്കണം. അടുത്തത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചതാണ് കേട്ടോ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, അത് എന്തായാലും ഓർത്തിരിക്കുക. പിന്നെ ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. പിന്നെ ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. നമ്മൾ ഡിസീസസ് പറയുന്ന സമയത്ത് ഹീമോഫീലിയനെ പറ്റിയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഡേറ്റ് വെച്ചൊന്ന് ഓർത്തിരിക്കുക. ഡേറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ 11. ഇനി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, അത് ചോദിച്ചതാണ്. അതുകൊണ്ട് എന്തായാലും പഠിക്കണം. ഏപ്രിൽ 22 ഭൗമദിനം. അപ്പം അതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏപ്രിൽ 22 ഭൗമദിനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് കേട്ടോ. അതും ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ളതാണ്. അപ്പം ഭൗമദിനം ഏപ്രിൽ 22.
പിന്നെ ഏപ്രിൽ 25 മലേറിയ ദിനം. അപ്പോൾ ഓരോ രോഗങ്ങളെ ദിനമുണ്ട്, അതെന്തായാലും ഓർത്തിരിക്കണം. അപ്പം ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, അത് ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏപ്രിൽ 11 പാർക്കിൻസൺസ്, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം. ഇനി ഏപ്രിൽ 17 നമ്മളിവിടെ കൊടുത്താണ്, അത് വീണ്ടും വന്നു പോയതാണ്. പിന്നെ ഇത് രണ്ടും റിപ്പീറ്റ് ആയതാണ് കേട്ടോ. ഏപ്രിൽ 25 സ്ലൈഡ് റിപ്പീറ്റ് ആയി പോയതാണ്. ഇത് നോക്കും, മെയ് 11 ദേശീയ സാങ്കേതിക ദിനം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം, മെയ് 11 ദേശീയ സാങ്കേതിക ദിനം. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ രോഗങ്ങളൊന്നുമല്ല, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ദേശീയ സാങ്കേതിക ദിനമാണ് മെയ് 11. അപ്പോൾ ഈ സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം, ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം, ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഏപ്രിൽ 25 മലേറിയ ദിനം, മെയ് 11 ദേശീയ സാങ്കേതിക ദിനം. അപ്പോൾ ഇത് 3 റിപ്പീറ്റ് ആയിട്ട് വന്നു പോയതാണ്. അടുത്തത് നോക്കാം. മെയ് 17 ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. അപ്പം നേരത്തെ നമ്മൾ മെയ് 11 സാങ്കേതിക ദിനം പറഞ്ഞിട്ടുണ്ട്. അപ്പം മെയ് 17 എന്താണ്? ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. അതും അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. മെയ് 17 ടെലികമ്മ്യൂണിക്കേഷൻ ദിനം. ഇനി മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഇനി മെയ് 31 പുകയില വിരുദ്ധ ദിനം. മെയ് 31 പുകയില വിരുദ്ധ ദിനം. അപ്പം അതിൽ മെയ് 22 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതിയൊക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ, ജൈവ വൈവിധ്യമൊക്കെ. അപ്പോൾ നമ്മുടെ സിലബസിൽ വരുന്നതാണ്. അപ്പോൾ മെയ് 22 ജൈവ വൈവിധ്യ ദിനം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മെയ് 31 പുകയില വിരുദ്ധ ദിനം, അത് ഓർത്തിരിക്കണം. പിന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനം, ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ്, ജൂൺ 5 പരിസ്ഥിതി ദിനം. ഇനി സെപ്റ്റംബർ 16 ഓസോൺ ദിനം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും സെപ്റ്റംബർ 16 ഓസോൺ ദിനം, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം. നവംബർ 10 ലോകശാസ്ത്ര ദിനം. നവംബർ 10 ലോകശാസ്ത്ര ദിനം. നവംബർ 12 ന്യൂമോണിയ ദിനം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. അപ്പോൾ ന്യൂമോണിയ ദിനമാണ്, ദേശീയ പക്ഷി നിരീക്ഷണ ദിനവുമാണ് നവംബർ 12. ഇത് കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചതാണ്, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം കേട്ടോ. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് അതാണ് ചോദിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 14 നമുക്കറിയാം ശിശുദിനാണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. എന്തൊക്കെയാണ്? മെയ് 17 ടെലികമ്മ്യൂണിക്കേഷൻ ദിനം, മെയ് 22 ജൈവ വൈവിധ്യ ദിനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെയ് 31 പുകയില വിരുദ്ധ ദിനം, ജൂൺ 5 പരിസ്ഥിതി ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം, സെപ്റ്റംബർ 21 അൽഷിമേഴ്സ് ദിനം, നവംബർ 10 ലോകശാസ്ത്ര ദിനം, നവംബർ 12 ന്യൂമോണിയ ദിനം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഇനി നവംബർ 14 ലോക പ്രമേഹ ദിനം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. ഈ ഡേറ്റുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. നിങ്ങളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു ഡേറ്റ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് മിനിമം ആണ്, മാക്സിമം അല്ല. അപ്പം മിനിമം ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കൂ, ഡിസംബർ 1 എയ്ഡ്സ് ദിനം. അപ്പോൾ ഡിസംബർ 1 എയ്ഡ്സ് ദിനം, അത് നമുക്ക് അറിയുന്നതാണല്ലേ. പക്ഷെ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമാണ് ഡിസംബർ 2. അപ്പം അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡിസംബർ 5 മണ്ണ് ദിനം. അപ്പം ഡിസംബർ 5 മണ്ണ് ദിനം, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഡേറ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തെറ്റിച്ചിട്ടാണ് ഡേറ്റ് കൊടുത്തത്, ഡിസംബർ 15 അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഡിസംബർ 5 മണ്ണ് ദിനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അപ്പോൾ ഡിസംബർ 1 എയ്ഡ്സ് ദിനം, ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം, ഡിസംബർ 5 മണ്ണ് ദിനം. ഇത് 2 ഡേറ്റും കൂടെ ഇതിൽ ഞാൻ ചേർത്ത് തരാം, അതിനോട് ഇവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇപ്പം ഞാൻ ഓർത്താണ്. ഇപ്പം ഡിസംബർ 14 ഊർജ സംരക്ഷണ ദിനം കേട്ടോ. ഊർജ സംരക്ഷണ ദിനം. ഇത് കേട്ടറ്റിൻ്റെ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഈ സ്ലൈഡിൽ കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനം. പിന്നെ വേണമെങ്കിൽ ഒരു ഡേറ്റും കൂടെ തരാം, നമ്മളുടെ ഡിസംബർ 23 ദേശീയ കർഷക ദിനം.
ഇന്ത്യയിൽ കർഷക ദിനമായിട്ട് ഡിസംബർ 23 ആചരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മദിനമായിട്ട് അതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ കർഷക ദിനം ആചരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ഡേറ്റ് ഓർത്തിരിക്കുക, ഡിസംബർ 23 കർഷക ദിനം. അപ്പോൾ ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനം. ഇതിനോട് വിട്ടുപോയതാണ് രണ്ടെണ്ണം ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്, പക്ഷേ ഡിസംബർ 14 ചോദിച്ചതാണ് കേട്ടറ്റിന്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസംബർ 1 എയ്ഡ്സ് ദിനം, ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം, ഡിസംബർ 5 മണ്ണ് ദിനം, ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനം, ഡിസംബർ 23 കർഷക ദിനം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പറഞ്ഞാലും ഇത് മിനിമമാണ്. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഇത് ഇത്രയും ഞാൻ തന്ന ഡേറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇതിലേത് വേണമെങ്കിലും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.